മലയാള കുടുംബ പ്രേക്ഷകരിൽ ഏറ്റവുമധികം സ്വാധീനമുണ്ടാക്കിയ നടി കാവ്യമാധവൻ ഇപ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ കണ്ണീർ പൊഴിക്കുകയാണ്. താനുമായുള്ള ദിലീപിന്റെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ സോഷ്യൽ മീഡിയകളിൽ തുടങ്ങിയ ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ദിലീപിനെതിരെ നടക്കുന്ന സംഘടിത ആക്രമണമെന്നാണ് കാവ്യ വിശ്വസിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉപയോഗിച്ച് ദിലീപിനെ ചാനലുകളിൽ വിചാരണ ചെയ്യുന്നവർ സത്യം മനസ്സിലാക്കുമ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന ഉറപ്പുണ്ട് കാവ്യയ്ക്ക്. സമാന അവസ്ഥ തന്നെയാണ് ദിലീപിന്റെയും കാവ്യയുടെയും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമുള്ളത്. മാധ്യമങ്ങൾ ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നതിനാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും. ദിലീപിന്റെയും കാവ്യയുടെയും സുഹൃത്തുക്കളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. കുറ്റം തെളിഞ്ഞിട്ടില്ല, വിചാരണ എന്നതാണ് ഇവരെ ഏറെ വേദനിപ്പിക്കുന്നത്. ദിലീപ് ഒരിക്കലും ഇത്തരമൊരു നീച പ്രവൃത്തി ചെയ്യില്ലെന്ന് തന്നെയാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. പൊതുസമൂഹം നായകനെ ജീവിതത്തിൽ വില്ലനായി കണ്ടു തുടങ്ങിയത് സിനിമാ മേഖലയിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നതിനാൽ ദിലീപിന്റെ നിർമ്മാതാക്കളും സംവിധായകരും പോലും നിലവിൽ പരിഭ്രാന്തിയിലാണ്. അടുത്തിടെ റിലീസായ ജോർജേട്ടൻ സ്ഫുരം പരാജയപ്പെട്ടതും സിനിമാ മേഖലയെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ ദിലീപ് അഭിനയിക്കുന്ന കുമാരസംഭവത്തിന്റെ ഷൂട്ടിംഗും അനിശ്ചിതത്വത്തിലാണ്. നായകന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പൂർണ്ണമായും കഥാപാത്രമായി മാറാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നത്. ഷൂട്ടിംഗ് ഒരു ദിവസം മുടങ്ങിയാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. മുൻപ് മോഹൻലാൽ, മമ്മൂട്ടി താരങ്ങളെക്കാൾ സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടായിരുന്ന നടനാണ് ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ നായകൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചത്. മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും മാത്രമാണ് സൂപ്പർ സ്റ്റാറുകളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവർ. ഇവരുടെ സിനിമകളിൽ ഇരമ്പിക്കയറുന്ന ആരാധകരുടെ ശക്തിയും മിനിമം ഗ്യാരണ്ടിയുമാണ് സൂപ്പർ താര പട്ടം നേടിക്കൊടുത്തത്. കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ആകർഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ദിലീപിന്റെ നേട്ടത്തിന്റെ പ്രധാന കാരണം. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തു വന്നതോടെ ദിലീപ് ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ സംശയത്തിന് കാരണമായതോടെ താരമൂല്യം തൃശങ്കുവിലാണ്. ഇനി നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വന്നാൽ മാത്രമേ താരസിംഹാസനം ദിലീപിന് തിരിച്ചുപിടിക്കാൻ പറ്റൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഗൂഢാലോചന കണ്ടുപിടിക്കുമെന്ന വാശിയിൽ താരം തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ദിലീപ് തുറന്നു പറഞ്ഞത് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. ദിലീപിനെതിരെ മൊഴി കൊടുത്ത പൾസർ സുനി നുണപരിശോധനയ്ക്ക് ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ദിലീപിനെ മാത്രം നുണപരിശോധന നടത്തിയാൽ അത് വിവാദങ്ങൾക്കിടയാകുമെന്നതിനാൽ പൾസർ സുനിയെയും വിഷ്ണുവിനെയും നുണപരിശോധന നടത്തണമെന്ന അഭിപ്രായവും ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ദിലീപിന്